അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റെപ്പ് മനോരമയിൽ ജോലി ചെയ്തു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാജൻസ് എന്നുള്ള രീതിക്ക് ഞാൻ 3 രീതിയിലാണ് എൻ്റെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പാജൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ മിസ് ക്വീൻ കേരള, സൗത്ത് ഇന്ത്യ, ഏഷ്യ വരെ കഴിഞ്ഞു, റണ്ണറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് മിസ് വേൾഡിലേക്ക് പോകാനാണ് നെക്സ്റ്റ് ഇയർ. കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ കോർപ്പറേറ്റ് ജോലിയിലായിരുന്നു, 9 to 5 ജോലിയിലായിരുന്നു ഇത്രയും നാള്. എത്ര കൊല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മിങ്കിള വയസ്സ് പറയണ്ട. അപ്പൊ അതിപ്പോ ഒരു ഡീവിയേഷൻ വന്നു. നമ്മള് സിനിമ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തു, 2 പടങ്ങൾ ഇപ്പൊ ചെയ്തു. അപ്പം നോക്കാം നമുക്ക് ഇനി അടുത്ത, ബിക്കോസ് സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്കൽ വേൾഡ് ആണ്. അപ്പൊ അതിലേക്ക് എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല. സിനിമ എന്ന് പറഞ്ഞത് ഈസി അല്ല. ഒരുപാട് വ്യക്തിയുടെ പ്രയത്നങ്ങൾ, ഒരുപാട് ഫാമിലിയുടെ പ്രയത്നങ്ങൾ, ഒരു കൺമിഴി അടക്കുന്ന ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം, ചിലപ്പോൾ 2 ദിവസം പോലും ആ ഷോട്ടിന് വേണ്ടി കാത്തു നിൽക്കാറുണ്ടെന്നല്ല, അതേ ഫീലിങ്ങൾ ഉൾക്കൊള്ളാം. ഓരോ ആ ലൈറ്റിംഗ് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു പാറ്റെന്ന് വിചാരിച്ചാൽ അന്നത്തെ ആ കാണുന്ന റെക്കോർഡിങ് മിസ്സാക്കാൻ പറ്റുന്നുള്ള അത് ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ ബിഗ് സല്യൂട്ട്. ആ ബിഗ് സ്ക്രീനിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ലൈറ്റ് മാൻ മുതൽ ക്യാമറാമാൻ മുതൽ എല്ലാവരോടും എനിക്ക് ഒരുപാട്, നിങ്ങൾ അങ്ങനെയുള്ള സിനിമകൾ പരാജയപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് പ്രയത്നങ്ങളുടെ പിന്നിലുണ്ടാവുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈച്ച് ആൻഡ് ഇതൊക്കെ